അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫിനെ കിണറ്റിൽ തള്ളിയ ശേഷം സഹോദരങ്ങൾ പിതാവിൻ്റെ അടുക്കൽ വന്ന് യൂസുഫിനെ ചെന്നായ പിടിച്ചു തിന്നു എന്ന് പറയുകയാണ്. അതിന് ഒരു കള്ള തെളിവും അവർ ഉണ്ടാക്കി. എന്നാൽ യാക്കൂബ് നബി അലൈഹിസ്സലാം അവരെ വിശ്വസിച്ചില്ല. പക്ഷേ അദ്ദേഹം കടുത്ത ഭാഷയിൽ അവരെ ആക്ഷേപിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തില്ല. മറിച്ച് സർവ്വതും അള്ളാഹുവിൽ അർപ്പിച്ച് അദ്ദേഹം ക്ഷമിക്കുകയാണുണ്ടായത്. ഇന്ന് പഠിക്കുന്ന 16 മുതൽ 18 വരെയുള്ള 3 ആയത്തുകളിൽ ഇക്കാര്യങ്ങളാണ് പറയുന്നത്. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ ഖാലൂ യാ അബാനാ ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅക്കലഹു الذئب വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സ്വാദിഖീൻ വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ് قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون وجاءوا أباهم. എന്നിട്ടവർ അവരുടെ ഉപ്പാന്റെ അടുക്കൽ വന്നു. യൂസുഫിനെ കിണറ്റിലിട്ട ശേഷം അവർ വീട്ടിലേക്ക് ഉപ്പയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഇഷാഅൻ, രാത്രി സമയത്ത്. മഗ്രിബിന് ശേഷം നേരം ഇരുട്ടിയ സമയത്തിനാണ് ഇഷ എന്ന് പറയുന്നത്. അവർ യൂസുഫിനെ കിണറ്റിലിട്ട ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ രാത്രിയാവുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു. രാത്രി യൂസുഫിനെ അന്വേഷിച്ച് പിന്നെ ആരും പോവുകയില്ല എന്നതുകൊണ്ടും രാത്രിയിൽ അവരുടെ മുഖഭാവം യാക്കൂബ് നബിക്ക് ശരിക്ക് കാണുകയില്ല. അതുകൊണ്ട് മുഖഭാവത്തിൽ നിന്ന് അവരുടെ കള്ളത്തരം പൊളിയാതിരിക്കാനും വേണ്ടിയാണ് അവർ രാത്രി വരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വൈകിച്ചത്. യബുക്കൂൻ, അവർ കരഞ്ഞുകൊണ്ട്, കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ടാണ് രാത്രിയിൽ അവർ ഉപ്പാന്റെ അടുത്ത് വന്നത്. കാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബിന നസ്തബിഖു, ഞങ്ങൾ മത്സരിച്ച് പോയിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഞങ്ങൾ കളിക്കുന്നതിനിടയിൽ മത്സരം സംഘടിപ്പിച്ച് കളിക്കുകയായിരുന്നു. ഓട്ടമത്സരം പോലെയുള്ള മത്സരങ്ങൾ ഞങ്ങൾ നടത്തി എന്നാണ് നസ്തബിഖു എന്നാൽ അർത്ഥം. അങ്ങനെ ഞങ്ങൾ മത്സരം നടത്തി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ വതറക്ന യൂസുഫ, യൂസുഫിനെ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് ഭാഷാർത്ഥം. യൂസുഫിനെ ഞങ്ങൾ നിർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ദ മതാഇന, ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത്. ഞങ്ങൾ മത്സരിച്ച് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിവെച്ച് അതിൻ്റെ അടുക്കൽ അതൊക്കെ നോക്കാനും മറ്റുമായി യൂസുഫിനെ നിർത്തുകയായിരുന്നു. ഫഅക്കലഹു الذئب, അപ്പോൾ അവനെ ചെന്നായ പിടിച്ചു തിന്നു. ഈ പറയുന്നതൊന്നും പിതാവ് വിശ്വസിക്കുകയില്ല എന്ന് അവർക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത്, വമാ അൻത ബിമുഅ്മിനിൻ ലനാ, അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുകയില്ലല്ലോ. വലൗ കുന്നാ സ്വാദിഖീൻ, ഞങ്ങൾ സത്യവാന്മാരാണെങ്കിലും ഞങ്ങൾ എത്ര സത്യം പറഞ്ഞാലും അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. കളവ് പറഞ്ഞ് സത്യമാണെന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇങ്ങനെയാണ്. അതായത് മറ്റുള്ളവർ വിശ്വസിക്കുകയില്ല എന്ന സംശയം കൊണ്ട് ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. തങ്ങൾ പറഞ്ഞാലൊന്നും ഉപ്പ വിശ്വസിക്കുകയില്ല എന്നതുകൊണ്ട് ഒരു കള്ള തെളിവുമായിട്ട് കൂടിയാണ് അവർ വന്നത്. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ, കള്ളച്ചോര പുരട്ടിയ അവൻ്റെ കുപ്പായവുമായിട്ടായിരുന്നു അവർ വന്നത്. വജാഉ, അവർ വന്നു, അലാ ഖമീസിഹി, അവൻ്റെ കുപ്പായത്തിന്മേൽ, ബിദമിൻ കദിബിൻ, കള്ളച്ചോര പുരട്ടിക്കൊണ്ട്. കിണറ്റിലിടുമ്പോൾ യൂസുഫിന്റെ കുപ്പായം അവർ ഊരിയെടുത്തിരുന്നു. ഒരു ആടിനെയോ മറ്റോ അറുത്തുകൊണ്ട് അതിൻ്റെ ചോര യൂസുഫിന്റെ കുപ്പായത്തിൽ പുരട്ടിക്കൊണ്ടാണ് അവർ വന്നത്. പക്ഷേ അസൂയ മൂത്ത് തങ്ങളുടെ കൊച്ചനുജനോട് കൊടും ക്രൂരത കാട്ടുമ്പോൾ ഇതൊക്കെ പൊളിയുമെന്ന് അവർക്ക് ഓർക്കാൻ കഴിയുമായിരുന്നില്ല. അത്രക്കും അസൂയ അവർക്ക് രക്തത്തിലൂടെ പിശാച് ഒഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്രൂരതയൊക്കെ ചെയ്തു കഴിഞ്ഞ് കുറ്റം മറച്ചുവെക്കാൻ അവർ ധൃതിപ്പെട്ട് ചെയ്ത പണിയായിരുന്നു ആടിൻ്റെ രക്തം യൂസുഫിന്റെ കുപ്പായത്തിൽ ആക്കുക എന്നത്. ഈ കള്ളത്തെളിവുമായി വന്നപ്പോൾ തന്നെ യാക്കൂബ് നബിക്ക് അത് കളവാണെന്ന് ബോധ്യപ്പെട്ടു. കാരണം കുപ്പായം കീറിയിട്ടുണ്ടായിരുന്നില്ല. കുപ്പായത്തിന് ഒരു പോറലും ഏൽപ്പിക്കാതെ എൻ്റെ മകനെ കൊന്നു തിന്ന ആ ചെന്നായ വലിയ കാരുണ്യവാൻ തന്നെ എന്ന്
യാക്കൂബ് നബി മക്കളോട് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട്. അവരുടെ തെളിവ് എത്രമാത്രം ദുർബലമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഞാൻ നിങ്ങളെ ഇക്കാര്യത്തിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാനുമായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഖാലബൽ സവ്വലത്തിലക്കും അംഫുസുക്കും അമ്ര. അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നന്നായി തോന്നിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. യാക്കൂബ് നബി പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല കാര്യം. നിങ്ങൾ ഒരു ക്രൂരമായ കാര്യം എൻ്റെ മകനോട് ചെയ്തിരിക്കുന്നു. അത് ചെയ്യാൻ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സുകൾ നിങ്ങളെ അത് ചെയ്യുന്നത് നല്ലതാക്കി തോന്നിച്ചിരിക്കുന്നു. യൂസുഫിന് ഇവർ എന്തോ അപകടം വരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷേ അദ്ദേഹം പ്രകോപിതനായില്ല. ഫസുബ്റുൻ ജമീൽ, ഭംഗിയായ ക്ഷമയാണ് ഇപ്പോൾ എനിക്ക് അഭികാമ്യം. ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. അദ്ദേഹം മക്കളെ ശകാരിക്കുകയോ കോപിക്കുകയോ ശപിക്കുകയോ ചെയ്തില്ല. ബേജാറായി നിലവിളിച്ചതുമില്ല. അതിനെയാണ് ഭംഗിയായി ക്ഷമിച്ചു എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നല്ല തീരുമാനമുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ നിന്നാണ് ഈ ഭംഗിയുള്ള ക്ഷമയുണ്ടാവുന്നത്. അതുകൊണ്ടാണ് തുടർന്ന് യാക്കൂബ് നബി പറയുന്നത്, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെതിരെ സഹായം അപേക്ഷിക്കുവാൻ അള്ളാഹുവാണുള്ളത്. നിങ്ങൾ കെട്ടിയുണ്ടാക്കി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുതന്ത്രങ്ങൾക്കെതിരെ എനിക്ക് സഹായമാവാൻ, എന്നെ തുണക്കാൻ അള്ളാഹുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കഥാവിവരണത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ യൂസുഫിൻ്റെ അനിയൻ യാക്കൂബ് നബിക്ക് പ്രിയപ്പെട്ട ബെന്യാമിനെയും യാക്കൂബ് നബിക്ക് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. അവിടെയും യാക്കൂബ് നബി ക്ഷമയെക്കുറിച്ചുള്ള ഇതേ വാചകം തന്നെ ആവർത്തിക്കുന്നതായി അള്ളാഹു ഈ കഥാവിവരണത്തിൽ വിവരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.